ശബരിമല സ്വർണ്ണ മോഷണ കേസിലെ പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധനിന്റെയും റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. ഇരുവർക്കും സ്വർണ്ണ മോഷണത്തിൽ നേരിട്ട് പങ്കുണ്ടെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതികളിൽ നിന്ന് 470 ഗ്രാം സ്വർണവും നിർണായകമായ തെളിവുകളും കണ്ടെത്തിയതായും പ്രത്യേക അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് സ്വർണം ഉരുക്കിയ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനും അറസ്റ്റിലായിരുന്നു. ഇവരുടെ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും സ്വർണ്ണമോഷണത്തിൽ നേരിട്ട് പങ്കുള്ളതായി റിപ്പോർട്ടിൽ പറയുന്നു. പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ കണ്ടെത്തിയെന്നും പ്രത്യേക അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടി. കുറ്റം മറയ്ക്കുന്നതിലും ഇരുവർക്കും പങ്കുണ്ട്. പ്രതികളിൽ നിന്നും സ്വർണം കണ്ടെത്തി. 470 ഗ്രാം സ്വർണമാണ് ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനിൽ നിന്നും കണ്ടെത്തിയത്. ഇവ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രതികളുടെ അറസ്റ്റ് നിർണായകമായിരുന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ശബരിമല സ്വർണ്ണമോഷണ കേസിലെ മുഖ്യസൂത്രധാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളുടെ ചോദ്യം ചെയ്യലിലാണ് പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നീ പ്രതികളിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. തുടർന്ന് ഇവരെ പ്രതി ചേർത്ത് ചോദ്യം ചെയ്തെങ്കിലും അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള മൊഴികളാണ് നൽകിയത്. മറ്റു പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിലൂടെ നിർണായക വിവരങ്ങളും തെളിവുകളും ലഭിച്ചതോടെയാണ് ഇരുവരെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.